ഡോക്ടർ അബ്രഹാം. ദൈവീക ചേതനയറ്റുപോയ മനുഷ്യഗണങ്ങൾക്ക് വചന വഴിത്താര കാണിച്ച് മുന്നേറുന്നയാൾ. ഡോക്ടർ പ്രൊഫഷൻ കൊണ്ട് ദൈവം മഹത്വം വിളിച്ചറിയിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ. ദൈവീകത കാലത്തിന്റെ അനിവാര്യതയാണെന്ന് തെളിയിച്ച് ഡോക്ടർ അബ്രഹാം ഗർഭചിത്രത്തിനെതിരെ തുറന്ന കുരിശുയുദ്ധം പ്രഖ്യാപിക്കുന്നു. ജീവന്റെ അംശങ്ങളിലത്രയും ദൈവീക ബോധം നിറച്ചവൾ. ദൈവീക വചനം കൊണ്ട് ജീവിത വഴിത്താരകൾക്കുമേൽ സ്ഫുടം ചെയ്ത് അനുഗ്രഹവർഷം ഏറ്റുവാങ്ങുന്നവൾ. ഭർത്താവിന്റെ വചനവീഥികളിൽ കല്ലും മുള്ളും പെറുക്കി മാറ്റി വഴിയൊരുക്കുന്നവൾ. കഴിഞ്ഞ കാലത്തിലെ വേപതുക്കളുടെ വേദനകളെ കർത്താവിൽ അർപ്പിച്ചവൾ. ഇവൾ വേറോണിക്ക. ഹായ് ചേച്ചി. ഹലോ, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ പോകുന്നു, സുഖമായിട്ട് പോകുന്നു. ഒരു മരളിരിക്കും. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ചേച്ചി? സുഖമായിട്ട് പോകുന്നു. പിള്ളേരുടെ പഠിത്തം എല്ലാമായിട്ട് അങ്ങനെ പോകുന്നു. സാറ് ഈ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായോ? 10-20 വർഷത്തോളമായി പ്രോ ലൈഫിൽ പ്രവർത്തനം തുടങ്ങിയിട്ട്. ഏതൊക്കെ ശുശ്രൂഷകളിലാണ് സാർ ഇപ്പോൾ കൂടുതലായിട്ട് പങ്കാളിയായിക്കൊണ്ടിരിക്കുന്നത്? പ്രോ ലൈഫിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ സഭയ്ക്കെതിരെയുള്ള ആഞ്ഞടിക്കുന്ന ശക്തികളായിട്ടുള്ള ഫ്രീമേസണറി, പിന്നെ ഈ സൈറ്റൻ വർഷിപ്പർ, അങ്ങനെയുള്ള മേഖലകളിൽ അതിനെപ്പറ്റിയും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ഒത്തിരി മേഖലകൾ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ സ്കൂളുകളിൽ പിള്ളേർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ, പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ക്ലാസ്സുകൾ, അതിന് വേറെ പോകുന്നുണ്ട്. പിന്നെ സഭയുമായി ചേർന്നുള്ള ശുശ്രൂഷകളാണ് കൂടുതലായിട്ട് നടത്തുന്നത്. പ്രോ ലൈഫിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് പങ്കുവെക്കാമോ? പ്രോ ലൈഫ് എന്നാൽ ജീവനെതിരായിട്ടുള്ള എല്ലാ മേഖലകളിലുള്ള ഇതാണ്. നമ്മൾ അബോർഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് മാത്രമല്ല പ്രോ ലൈഫ്. നമ്മൾ വയസ്സന്മാരെ ശുശ്രൂഷിക്കുന്നത് അടക്കമുള്ള ജീവനെതിരെയുള്ള എല്ലാ കടന്നാക്രമണങ്ങളും നമ്മൾ പ്രോ ലൈഫിൽ പെടുത്തും. ഡോക്ടർ എന്നുള്ള ആ ഒരു പ്രൊഫഷനിൽ ശുശ്രൂഷ പ്രവർത്തനങ്ങൾ എത്രത്തോളം പ്രയോജനപ്പെടാറുണ്ട്? പ്രോ ലൈഫ് എന്നാൽ നമ്മൾ പുള്ളി വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ രോഗികൾ വരുമ്പം അവരോട് അബോർഷനെതിരായിട്ട് പറയാനും, പിന്നെ പല ആശുപത്രികളിൽ പല ക്ലാസ്സുകളുടെ ഇടയിലും പുള്ളി എങ്ങനെയെങ്കിലുമൊക്കെ പ്രോ ലൈഫ് കുത്തിത്തിരുകി ആ രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് എതിർപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഒത്തിരി ഉണ്ടാവാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി എതിർപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. നമ്മളതൊന്നും അങ്ങനെ പ്രശ്നമാക്കാറില്ല. ഒത്തിരി എതിർപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അങ്ങനെ പ്രശ്നമായിട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നമൊന്നും അങ്ങനെ തോന്നാറേ ഇല്ല. അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും അതിനെ തമ്പുരാനെ മുറുകെ പിടിച്ച് പോകുന്ന ഒരു രീതി ആയതുകൊണ്ട് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഡോക്ടർ എന്ന നിലയിൽ പുള്ളിക്ക് ഒത്തിരി ആഘോഷത്തിനെതിരായിട്ട് ആൾക്കാർ വരുമ്പോഴും എല്ലാ രീതിയിലും സഹായിക്കാൻ ഒത്തിരി പുള്ളിയുടെ അറിവ് വെച്ച് അതിനൊത്തിരി സഹായമാവുന്നുണ്ട്. പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാരിനെ അനുസരിക്കുകയും ഒപ്പം ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഇത്രയും വലിയൊരു ദൗത്യം നിറവേറ്റപ്പെടുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന
മാനസികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെയുള്ള വിഷമങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പങ്കുവെക്കാമോ ചേച്ചി? പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി പ്രസവം നിർത്തണം എന്നും പറഞ്ഞ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മളങ്ങനെ മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അവർക്കൊക്കെ സമയമാകുമ്പോൾ നമ്മളതിന് മറുപടി പറയേണ്ട. തമ്പുരാൻ സമയമാകുമ്പോൾ അവരെ അറിയിച്ചോളും എന്നുള്ള രീതിയിലാണ് അത് എടുക്കാറ്. കൂടുതലായിട്ടും ഈ TB സെൻറ്ററിലും പിന്നെ ലെപ്രസി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്യാൻ അങ്ങനെ പുള്ളി സ്വന്തം അങ്ങനെ തിരഞ്ഞെടുത്ത് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ രീതിയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുടുംബാസൂത്രണ രീതികളൊന്നും അങ്ങനെ TB സെൻറ്റർ ഇപ്പോൾ ക്ഷയരോഗ വിഭാഗം അങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പം ഇതിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതലും അങ്ങനെ ആ രീതിയിലോട്ട് മാറി വരും. പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തമ്പുരാൻ നമ്മളെ ആ വഴിക്ക് കൊണ്ടുപോകുന്നുണ്ട്. തമ്പുരാനെ മുറുകി പിടിച്ച് പോകുമ്പം ആരെന്ത് പ്രശ്നം വരുമ്പോഴും അവരെന്ത് ചോദ്യം ചോദിക്കുമ്പോഴും അതിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും തമ്പുരാൻ അത് കാണിച്ചു തരും നമുക്ക്. പിന്നെ കർത്താവിൻ്റെ സഹായം ഉള്ളതുകൊണ്ട് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. ജീവിതത്തിലേക്ക് ഭർത്താവിനെയാണോ ശുശ്രൂഷകനെയാണോ ആദ്യം കണ്ടെത്തിയത്? ജീവിതത്തിൽ ആദ്യമായിട്ട് തീർച്ചയായിട്ടും ഭർത്താവിനെ തന്നെയാണ് കണ്ടെത്തിയത്. പിന്നെ പുള്ളി പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, ജീസസ് യൂത്തിലുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പ്രാർത്ഥനയായിട്ട് യാതൊരു അടുപ്പവും ഇല്ലാത്ത ഒരാളായിരുന്നു. വിവാഹത്തിന് ശേഷം പുള്ളിയാണ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ആദ്യമായിട്ട് കുളത്തുവയൽ ധ്യാന സെൻറ്ററിൽ വെച്ച് ധ്യാനം കൂടി. അതിൻ്റെ ശേഷമാണ് ഞാൻ പ്രാർത്ഥനയിലേക്കും വിശ്വാസത്തിലോട്ടൊക്കെ വന്നത്. അതുവരെ വിവാഹത്തിന് മുമ്പ് സാറ് പ്രാർത്ഥന ഗ്രൂപ്പുകളിലൊക്കെ സജീവമായിരുന്നോ? ആയിരുന്നു. പുള്ളി ജീസസ് യൂത്തിലും ഇവിടെ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ജീസസ് അങ്ങനെ എല്ലാത്തിലും ഉണ്ടായിരുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് മുഴുവൻ സമയ ശുശ്രൂഷകളിൽ പങ്കാളിയാവാറുണ്ടായിരുന്നോ? ഇല്ല. ഞങ്ങൾ ആദ്യമായിട്ട് പുള്ളി ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നത് രണ്ടാമത്തെ മകൾ ഉണ്ടായ ആ സമയത്ത്. ഞങ്ങൾ ഇന്ത്യൻ നേവിയിൽ നിന്നും റിസൈൻ ചെയ്ത് വന്ന് 96-ലാണ് ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ അതിപ്പം തുടർച്ചയായിട്ട് അങ്ങനെ പോകുന്നു. വീട്ടിലങ്ങനെ ഒരു അവധി ദിവസം എന്ന് പറഞ്ഞാൽ ഇല്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ മുഴുവനായിട്ട് തമ്പുരാന് വേണ്ടി സമർപ്പിച്ചൊരു ജീവിതമാണ്. ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ചേച്ചിയുടെ മനോഭാവം എന്തായിരുന്നു? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പുള്ളി എവിടെയാണോ അവിടെ ഞാൻ എന്നുള്ളതാണ് എൻ്റെ. അങ്ങനെ ഇന്ന സ്ഥലത്ത് നിൽക്കണമെന്നോ ഇന്ന സ്ഥലത്ത് പോകണമെന്നോ അങ്ങനെയൊന്നും നമുക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു. പുള്ളിക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ നേവിയിൽ ഒത്തിരി നമ്മൾ അബോർഷനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അതൊക്കെ പുള്ളിക്ക് ഒത്തിരി മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നത്. നേവിയിലുണ്ടായിരുന്ന കാലത്തുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ ചേച്ചി? നേവിയിലുള്ളപ്പം പുള്ളിക്ക് ആശുപത്രികളിൽ വെച്ച് ഒത്തിരി ഈ വടക്കേന്ത്യക്കാരാണ് മുഴുവൻ ഉണ്ടാകുക. അന്നേരം അവരോട് ഒത്തിരി നമ്മൾ അബോർഷനെതിരായിട്ട് അവർ പഞ്ചാബികളൊക്കെ ആയിട്ട് ഒത്തിരി അബോർഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ അങ്ങനെ രണ്ടാമത്തെ കൊച്ചിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ ആദ്യത്തെ കൊച്ചിനെ അവർക്ക് വേണ്ടാന്ന് തോന്നിയാൽ കളയുക അങ്ങനെയുള്ളൊരു മനോഭാവമാണ് പൊതുവെ ഉള്ളത്. അപ്പോൾ പുള്ളി അങ്ങനെ നേരിട്ട് അബോർഷൻ ചെയ്യണ്ടെങ്കിൽ കൂടി അതിന് നമ്മുടെ സമ്മതപത്രം ആവശ്യമാണ്. അപ്പോൾ അത് പുള്ളിക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പുള്ളി വഴി ആണല്ലോ ഈ അബോർഷൻ ചെയ്യപ്പെടുന്നതെന്ന് ഓർത്ത് അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് അവിടുന്ന് ഞങ്ങൾ 2 വർഷമേ നേവിയിലുണ്ടായിരുന്നുള്ളൂ. നേവിയിലായിരുന്ന കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ വീണ്ടെടുത്ത ആ ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? നേവിയിലായിരുന്നപ്പം വിശുദ്ധ കുർബാന കാണാൻ പോലുമുള്ള അവസരങ്ങൾ ശരിക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഭാഷ അറിയില്ല, തെലുങ്കിലും ഒക്കെയാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുഞ്ഞു കൊച്ചാണ്, നമുക്ക് നമ്മുടെ കൂടെ കൊന്ത ചൊല്ലാൻ കൂടാൻ പോലും പറ്റില്ല. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ നേവിയിൽ നിന്ന് വന്ന് ഞങ്ങൾ കോഴിക്കോട് PMOCയുടെ തൊട്ടടുത്താണ് ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിച്ചത്. ശരിക്കും അന്നേരം ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ PGക്ക് പഠിക്കുക, ഒരു നല്ലൊരു കോഴ്സിന് ചേരുക, എന്നിട്ട് MD എടുക്കുക എന്നൊക്കെയായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷെ അന്നേരമാണ് നമ്മുടെ ഡോക്ടർ സുമ ജിൽസൺ പുള്ളി കുറേ മാതാവിൻ്റെ മെസ്സേജുകൾ കൊണ്ടു തന്നു. പിന്നെ ഫ്രീ മേസണറിക്കെതിരായിട്ടും അങ്ങനെയുള്ള കുറേ മെസ്സേജുകളുണ്ടായിരുന്നു. പിന്നെ പുള്ളി പറഞ്ഞു അത് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്കത് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ജെയിംസ് ക്ലിയനച്ചൻ PMOCയിൽ ക്ലാസ് എടുക്കാൻ വിളിക്കുന്നത്. പുള്ളി ആദ്യമായിട്ടൊരു ക്ലാസ് എടുപ്പിച്ച് നോക്കിയിട്ട് പിന്നെ പറയാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ആദ്യത്തെ ക്ലാസ് തന്നെ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് തുടർച്ചയായിട്ട് പിന്നെ അങ്ങനെ പല ക്ലാസ്, ഇപ്പം അമ്പലവയൽ അവർക്കുള്ള പ്രീക്കാനയ്ക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ പല ക്ലാസ്സുകളും അങ്ങനെ അതുവഴി അങ്ങനെ വന്നു. നേവിയിലായിരുന്നെങ്കിൽ ഒരിക്കലും തമ്പുരാൻ്റെ കൂടെ ഇത്രയും പ്രവർത്തിക്കാൻ സാധിക്കില്ലായിരുന്നു. കർത്താവിൻ്റെ ആ ഒരു സംരക്ഷണം എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ ഇത്രയും മുന്നേറാൻ സാധിച്ചത്, കുഞ്ഞുങ്ങളെ വളർത്താൻ സാധിക്കുന്നത്. എല്ലാം കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവ് നടത്തുന്നത് കൊണ്ട് മാത്രമാണ്. ശുശ്രൂഷ ജീവിതത്തിൽ ചേച്ചിയുടെ പങ്കാളിത്തം
എത്രത്തോളമായിരുന്നു എന്നൊന്ന് പങ്കുവെക്കാമോ? പ്രാർത്ഥനയാണ് പ്രധാന പിന്തുണ. പിന്നെ പുറത്ത് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് പിള്ളേരും എല്ലാവരും കൂടെ കൂടിയിരുന്ന് ചാച്ചന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ വീട്ടിൽ കുഞ്ഞു പിള്ളേർ തുടങ്ങി ഏറ്റവും മുതിർന്ന ആളുടെ വരെ ഭക്ഷണകാര്യം, സ്കൂളിലെ കാര്യങ്ങൾ, ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അവർ സ്കൂളിൽ നിന്നുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ട ആവശ്യം വരും. മക്കളുടെ പഠന കാര്യങ്ങൾ, അവരുടെ വീട്ടുകാര്യങ്ങൾ, അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരുന്ന ആ ഒരു സന്ദർഭത്തിൽ സാർ അടുത്തില്ലാതിരിക്കുന്ന ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ സങ്കീർണമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? സങ്കീർണമായ പ്രശ്നങ്ങൾ ഒത്തിരി ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എൻ്റെ മൂന്നാമത്തെ മകനെ ഗർഭിണിയായിരുന്നപ്പോൾ, പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോൾ, ബഹുമാനപ്പെട്ട ജോസ് വടക്കേടോ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പുള്ളി വീട്ടിലിരുന്നത്. അന്ന് ഇതിനു മുമ്പ് കാലിൻ്റെയും കൈയിൻ്റെയും കൂടെ എല്ല് പൊട്ടി അന്ന് ഈ വീൽ ചെയർ പോലെ അങ്ങനെ പിടിച്ചാണ് പുള്ളി ക്ലാസ് എടുക്കാൻ പോയത്. അതിനു മുമ്പ് ടൈഫോയിഡ് വന്നപ്പോഴും ഇതുപോലെ ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ അതൊക്കെ അച്ഛൻ അറിയാവുന്നതുകൊണ്ടാണ് അച്ഛനത് ക്ലാസ് എടുക്കാൻ വരരുത്, ഇന്ന് ഭാര്യയുടെ കൂടെ ഇരിക്കേണ്ടതാണ്, നിർബന്ധമായും ഇത്രയും വിഷമാവസ്ഥയിലിരിക്കുമ്പം വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ് വീട്ടിലിരുന്നത്. അന്ന് തന്നെ രാത്രി ഞാൻ പ്രസവിക്കുകയും ചെയ്തത്. കർത്താവ് അച്ഛനിലൂടെ പ്രത്യേകം ഇടപെട്ട് അത് പറയിപ്പിച്ചതാണ്. ഇല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഒത്തിരി എതിരായിരുന്നു. ക്ലാസ് എടുക്കാൻ പോകുന്നതിനെതിരെ വീട്ടുകാരും നോക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്ന് പ്രസവിക്കുകയും കൂടെ ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലായിരുന്നു. അത് തമ്പുരാൻ പ്രത്യേകം ഇടപെട്ടാണത് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത്. ഈ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴൊക്കെ വീട്ടുകാരുടെ സപ്പോർട്ട് എത്രത്തോളമായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ? വീട്ടുകാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അവർ എപ്പോൾ വിളിച്ചാലും വരാൻ തയ്യാറായിരുന്നു. പിന്നെ നമുക്ക് കൂടുതലായിട്ടും പിന്തുണ കിട്ടാത്തത് വേലക്കാരുടെയാണ്. അവർ നമുക്ക് വിളിച്ചാൽ ഇത്രയും പിള്ളേരുള്ളപ്പം വേലക്കാരെയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നാണേലും എപ്പോഴാണേലും ഇപ്പം മൂന്നാമത്തെ മകനെ ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അമ്മ കാലിൻ്റെ എല്ലൊക്കെ പൊട്ടിയപ്പോൾ പുള്ളിക്കാരിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അന്നേരം അച്ചായൻ്റെ അമ്മച്ചിയാണ് വന്നിട്ട് എനിക്ക് നിന്നത്, വീട്ടിൽ കൂട്ടുനിന്നത്. പക്ഷെ അമ്മച്ചിക്കും തീരെ വയ്യാത്തൊരവസ്ഥയായിരുന്നു. എന്നാലും അവരത് അത്രയും സന്തോഷത്തോടെ വന്ന് എന്നെ ശുശ്രൂഷിക്കാനുള്ള താല്പര്യം കാണിച്ചു. പിന്നെ എല്ലാവരും ഒത്തിരി പിന്തുണച്ചിട്ടുണ്ട്, അയൽക്കാരായിട്ടും. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മുഴുവൻ സമയ ശുശ്രൂഷകളിൽ പങ്കാളിയാവുന്നതിനോട് വീട്ടുകാർക്ക് വിയോജിപ്പുണ്ടായിരുന്നോ? ആദ്യമൊക്കെ കുറച്ച് വിയോജിപ്പുണ്ടായിരുന്നു. വീട്ടുകാര്യം നോക്കാതെ മുഴുവൻ സമയം ഇങ്ങനെ അവധി കിട്ടിയാൽ ഒരു ദിവസം പോലും വീട്ടിലിരിക്കാറില്ല. മുഴുവൻ സമയം ഇങ്ങനെ ഓടി നടക്കുന്നതിന് വീട്ടുകാർ ഒത്തിരി എതിർത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്കും മനസ്സിലായി, കാര്യങ്ങളെല്ലാം മനസ്സിലായി വന്നപ്പം അവരുടെ ഇടവകയിൽ തന്നെ ക്ലാസ് എടുക്കാൻ വിളിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാം പരിഹരിച്ചിപ്പം അങ്ങനെ പൂർണ്ണ പിന്തുണയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിനെല്ലാം ഇടയിൽ ചേച്ചിയുടെ ആത്മീയ ജീവിതം എങ്ങനെ ക്രമീകരിക്കുന്നു? ഒരു ധ്യാനം കൂടി കുടുംബജീവിതം തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഞാനൊരു ധ്യാനം കൂടി ആത്മീയതയിലേക്ക് വന്നത്. അതിൻ്റെ ശേഷം ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കാതിരിക്കാൻ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും കുഞ്ഞുങ്ങളെയും ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കാതിരിക്കാനും, പിന്നെ കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും അവരെയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ, ചെറിയ കുഞ്ഞു കൊച്ചിനെ കുരിശ് വരപ്പിക്കുന്ന മുതലുള്ളത് പ്രാർത്ഥന പഠിപ്പിക്കലാണല്ലോ. പിന്നെ വിശുദ്ധന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കുക, പിന്നെ ചുമ്മാ നടക്കുമ്പം ചുമ്മാ വർത്തമാനം പറയാതെ ഈശോയോട് സംസാരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുമ്പം, പിന്നെ ഒറ്റയ്ക്കായിരിക്കുമ്പം, പള്ളിയിലോട്ട് പോകുമ്പം, സ്കൂളിൽ പോകുമ്പോഴൊക്കെ കൂട്ടം കൂടി തമാശ പറഞ്ഞ് പോകാതെ ഈശോയോട് സംസാരിക്കുക, കൊന്ത ചൊല്ലുക, പിന്നെ അടുപ്പിച്ച് കുമ്പസാരിക്കുക. കാണുന്ന മനുഷ്യരെല്ലാം ഈശോയെ കണ്ട് ഈശോയോട് എന്ന പോലെ അവരോട് പെരുമാറാൻ പഠിപ്പിക്കുക. അങ്ങനെ ഉയർച്ച താഴ്ചകളില്ലാതെ എല്ലാവരോടും മനുഷ്യരെ പോലെ നന്നായി പെരുമാറാൻ പഠിപ്പിക്കുക. എല്ലാവരിലും ദൈവത്തെ കണ്ട് അവരെ സഹായിക്കാൻ, അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കുക. എന്നതൊക്കെയാണ് വീട്ടിൽ വെച്ച് ഞങ്ങൾ പൊതുവെ. പിന്നെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒത്തിരി കാര്യങ്ങൾ, വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ചർച്ച ചെയ്യും, കുറേ നേരം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, പിന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അവർക്കുള്ള സംശയങ്ങൾ, പിന്നെ മാലാഖമാരെ, കാവൽ മാലാഖമാരെ കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളും, പല വിശുദ്ധന്മാരുടെ പുസ്തകങ്ങൾ, പിന്നെ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ, ഇതൊക്കെ വായിച്ച് അതിനെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു അരമണിക്കൂർ, അങ്ങനെ ഒരു ചർച്ച ചെയ്യാറുണ്ട്. പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുക എന്നതിൽ കൂടുതൽ വീട്ടിലിരിക്കുന്ന എനിക്ക് വേറെ അങ്ങനെ
പിള്ളേരെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതി വളർത്തുക എന്നുള്ളതാണല്ലോ എൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. പുള്ളി പുറത്ത് പോകുമ്പം വീട്ടിലിരിക്കുമ്പം പിള്ളേരെ ഈശോയ്ക്ക് വേണ്ടി വളർത്തുക. അപ്പം നമ്മുടെ മക്കളല്ല, തമ്പുരാൻ തന്നതാണ്, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. അന്നേരം ആ മക്കളെ തിരിച്ച് തമ്പുരാനെ ഏൽപ്പിക്കണം. അപ്പം അതിന് നമ്മൾ ഒരിക്കലും എങ്ങനെയാണോ നമുക്ക് തന്നത്, വളരെ വിശുദ്ധരായിട്ടാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ തെല്ലും വീഴ്ച പറ്റാതെ തിരിച്ച് തമ്പുരാൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കാൻ ആ രീതിയിൽ പിള്ളേരെ വളർത്താൻ ഞാൻ പ്രത്യേകം ശ്രമിക്കാറുണ്ട്. ഞാൻ ചേച്ചിയുമായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ നേവിയിൽ വർക്ക് ചെയ്തിരുന്ന കാലഘട്ടത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ സാർ? എൻ്റെ MBBS പഠനത്തിന് ശേഷം ആദ്യത്തെ 2 വർഷം ഞാൻ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ ആ സമയത്ത് നേവിയിലേക്കുള്ള ഇന്ത്യൻ ആർംഡ് ഫോഴ്സസിലേക്കുള്ള പരീക്ഷ എഴുതി. അതിലെനിക്ക് വലിയ സ്ഥാനവും കിട്ടി. അപ്പോൾ പെട്ടെന്ന് സെലക്ഷനായി. ഞാനങ്ങനെ എനിക്ക് താല്പര്യമായിരുന്നു, ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ 1995 ഏപ്രിൽ മാസത്തിൽ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് വിട പറഞ്ഞിട്ട് പട്ടാളത്തിൽ ജോയിൻ ചെയ്തു. നേവിയിൽ ആദ്യം ബോംബെയിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. അന്ന് ഭാര്യനെയും കുഞ്ഞിനെയും 4 മാസം പ്രായമുള്ള കുഞ്ഞിനെയും ഭാര്യനെയും വിട്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് പോണത്. വല്ലാത്തൊരു ഒരു പെട്ടെന്നൊരു വലിയ വിഷമമൊക്കെ എനിക്കുണ്ടായി. പക്ഷേ അവിടെ എത്തി ഒരു 2-3 മാസം കൊണ്ട് ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. പക്ഷേ താമസസ്ഥലം ഒന്നും കിട്ടിയില്ലെങ്കിലും ആദ്യത്തെ 1 വർഷം ബോംബെയിൽ ജോലി ചെയ്തു. പിന്നെ കുറച്ച് നാൾ കൊച്ചിയിലായിരുന്നു. പിന്നെ നേവൽ ബേസ് വിശാഖപട്ടണം. ഈ 3 സ്ഥലത്തും ജോലി ചെയ്തെങ്കിലും എൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരു സംതൃപ്തി എനിക്കുണ്ടായില്ല. കാരണം അവിടെ ചെന്ന് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ആശുപത്രി ജോലി ചെയ്യുമ്പോൾ ഗർഭഛിദ്രം തുടങ്ങിയ ആ ഒരു നിലപാടുകളുമായിട്ട് എനിക്ക് വിയോജിപ്പുണ്ടായി. അത് എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ള സംഗതിയാണെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് സഹകരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിൽ നിന്ന് ഞാൻ ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ തുടങ്ങി, എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിട്ട്. അങ്ങനെ പിന്തിരിപ്പിച്ച് അങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ശക്തമായ താക്കീതും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായി, ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ മുൻപോട്ട് പോകുക അസാധ്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ റെസിഗ്നേഷൻ എഴുതി കൊടുത്ത് എൻ്റെ പേപ്പറെല്ലാം റിലീസ് കിട്ടാനുള്ള പുട്ടപ്പ് ചെയ്തു. അത് സാങ്ഷനായി കിട്ടാൻ ഏകദേശം 2 വർഷത്തോളം എടുത്തു എനിക്ക്. അങ്ങനെ 2 വർഷമായപ്പോഴത്തേക്കും വിശാഖപട്ടണത്തായിരിക്കെ നേവിയിൽ നിന്ന് തിരികെ വന്നു. അപ്പോൾ എൻ്റെ ആ തിരികെ പറയാൻ എന്നെ ഏറ്റവും അധികം ശക്തമായ പ്രേരണ എനിക്ക് കിട്ടിയത് ഈ പ്രോലൈഫ് ആസ്പെക്റ്റുമായിട്ട്, ആ പ്രോലൈഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് ഞാൻ എടുത്തു. കാരണം എന്തു വന്നാലും ശരി, വൈദ്യശാസ്ത്രം പഠിച്ചിറങ്ങിയപ്പോഴെടുത്തൊരു പ്രതിജ്ഞയുണ്ട്. എന്തു വന്നാൽ ഏത് ഭീഷണിയുടെ നിഴലിൽ പോലും എൻ്റെ വൈദ്യവിജ്ഞാനം മനുഷ്യവംശത്തിന്, മനുഷ്യജീവനെതിരായിട്ട് ഞാൻ പ്രയോഗിക്കുകയല്ല. ആ ഒരു പ്രതിജ്ഞ എടുത്ത് വന്ന ആൾ, ആ പ്രതിജ്ഞയെ എനിക്ക് അതിനോട് അങ്ങേയറ്റം കൂറ് പുലർത്തേണ്ട ആവശ്യകത എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ മിലിറ്ററിയിൽ നിന്ന് ഞാൻ റെസിഗ്നേഷൻ കൊടുത്ത് എൻ്റെ റിലീസ് വാങ്ങിച്ച് ഞാൻ തിരിച്ചു വന്ന് ഞാൻ അവിടെയാണ് എൻ്റെ ശുശ്രൂഷാ ജീവിതം തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു വിളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ തിരികെ വന്ന്, പക്ഷേ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കെ ഞങ്ങൾ കൽപ്പറ്റ ഫാത്തിമ മാതാ ആശുപത്രി ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ചൊരു ധ്യാനം കൂടാനായിട്ട് പോയി. ആ ധ്യാനം കൊളത്തുവയൽ NRCയിലായിരുന്നു ധ്യാനം. ആ ധ്യാനം കൂടുന്ന സമയത്ത് അവിടെ നിന്നൊരു മെസ്സേജ്, ആദ്യത്തെ മെസ്സേജ്, ഒന്നാമത്തെ ദിവസം തന്നെയുള്ള ആദ്യത്തെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: കൽപ്പറ്റയിൽ നിന്ന് വന്ന, അന്ന് ഞങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവം വലിയ കൃപ ചൊരിയുന്നു. അപ്പോൾ തന്നെ കൽപ്പറ്റയിൽ നിന്ന് വന്ന 2-3 ആൾക്കാരുണ്ട്. അവരെല്ലാവരും എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഞാൻ അത്ഭുതപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്കെന്താണ് അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഏതായാലും അത് കഴിഞ്ഞ്, ആ ധ്യാനം കഴിഞ്ഞ് ഇങ്ങനെ പട്ടാളത്തിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് അത്ഭുതകരമായിട്ട്, ആ സമയത്ത് ഞാൻ താമസിക്കുന്നത് നമ്മുടെ കോഴിക്കോട് താമരശ്ശേരി രൂപത ഫാമിലി അപ്പോസ്തലേറ്റിൻ്റെ ഓഫീസിനടുത്ത് PMOCക്ക് അടുത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ അച്ഛൻ ഫാദർ ജെയിംസ് കിളീനേനെ അച്ഛൻ എന്നെ വിളിച്ചു. ഡോക്ടറെ, ഒരു പ്രീ മാരേജ് കോഴ്സിന് ക്ലാസ് എടുക്കാൻ വരുന്നതിന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. അനാട്ടമിയൊക്കെ ഡോക്ടർ പഠിച്ചതല്ലേ? ഞാൻ തീർച്ചയായിട്ടും, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സത്യത്തിൽ അവിടെ നിന്നായിരുന്നു തുടക്കം, ഈ എൻ്റെ ശുശ്രൂഷാ മേഖലയുടെ തുടക്കം. 1997 ജനുവരി മാസത്തിൽ ഞാൻ കോഴിക്കോട് PMOC, നമ്മുടെ താമരശ്ശേരി രൂപതയുടെ ഫാമിലി അപ്പോസ്തലേറ്റിൻ്റെ ഓഫീസ് PMOCയിൽ വെച്ചിട്ടായിരുന്നു ശുശ്രൂഷകൾക്ക് തുടക്കം. അന്ന് തുടങ്ങി ഇന്ന് വരെ, ഇതിപ്പോൾ 19 വർഷം പൂർത്തിയാക്കി. അന്ന് തുടങ്ങിയതാണ്. അവിടുന്ന് പ്രോലൈഫിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ ഈ അനാറ്റമി, ഫിസിയോളജി, ഗർഭധാരണം തുടങ്ങിയ വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ കുട്ടികൾക്ക് എടുക്കുക. അന്ന് തുടങ്ങിയതാണ്. ആ തുടക്കം അത് ഇന്നും അവസാനിച്ചിട്ടില്ല. അന്ന് പ്രോലൈഫ് തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു. ജോൺസൺ പൂവത്തെങ്കൽ, ജോസുകുട്ടി തടത്തേൽ, ഡോക്ടർ സാജു തോമസ്, ഡോക്ടർ ഫിജു ചാക്കോ, ഡോക്ടർ രജു വർഗീസ്, ഇങ്ങനെ ഒരു വലിയ ഈ പ്രോലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരേ മനോഭാവമുള്ള ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മയിൽ ഞാനും പെട്ടു. ആ കൂട്ടായ്മയിൽ അവിടെയായിരുന്നു ഞങ്ങളുടെ തുടക്കം. ആ സമയത്ത് നേവിയിൽ നിന്ന് തിരിച്ചു വന്നു. എനിക്ക് ജോലി ആയിട്ടില്ല, ഒരുമാതിരി ജോലി ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഞാൻ പല സ്ഥലത്തും കരാർ വ്യവസ്ഥയെ ജോലി ചെയ്തു. ഗവൺമെൻറ് ആശുപത്രി കരാർ വ്യവസ്ഥയെ ജോലി ചെയ്തു. പിന്നെ വയനാട്ടിൽ പോയി പ്ലാന്റേഷൻ മേഖലയിൽ ജോലി ചെയ്തു. അങ്ങനെ ആ സമയത്ത് ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഞാനിങ്ങനെ
ശുശ്രൂഷയ്ക്ക് പോകുന്ന വഴിക്ക് മോട്ടോർ സൈക്കിൾ ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ തെറിച്ച് റോഡിലേക്ക് വീണതും എൻ്റെ തോളിൽ പൊട്ടി, കാലിൻ്റെ മുട്ട് പൊട്ടി. ഞാൻ ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റിൻ്റെ ആംബുലൻസിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോൾ ആ സമയത്ത് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് 2 മാസമുള്ള സമയത്താണ് ഇതൊക്കെ. ഈ സമയത്തൊക്കെ ഭാര്യയും കുഞ്ഞുങ്ങളും വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് ഓർക്കണം. അപ്പോൾ ആ സമയത്ത് എന്തായാലും പെട്ടെന്ന് തന്നെ അവരെ ആശുപത്രിയിൽ എത്തിച്ചു. ഇവരാകെ ഭയന്നു പോയി. പക്ഷേ അങ്ങനെ ഒരു 2 മാസമാണ് എനിക്ക് ശുശ്രൂഷ മുടങ്ങിപ്പോയത്. അത് കാലിൻ്റെ മുട്ടിന് വയ്യാത്തൊരവസ്ഥയായതുകൊണ്ട്. എന്നിട്ടും വോക്കർ വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് പോയ സംഭവങ്ങളൊക്കെ വലിയ ദൈവപരിപാലന എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനൊരു കാര്യത്തിൽ. അപ്പോൾ അവിടെ എങ്ങനെ തുടങ്ങി അന്ന് തൊട്ട് ഇന്നോളം തിരിഞ്ഞു നോക്കാൻ ദൈവം അനുവദിച്ചില്ല. എൻ്റേതായിട്ടുള്ളൊരു കഴിവൊന്നും ഞാൻ പറയില്ല. സംസാരിക്കാൻ ദൈവം പഠിപ്പിച്ചു. ഈ കാര്യങ്ങളെല്ലാം ദൈവം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് പഠിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ശക്തമായൊരു നിറവുണ്ടായിരുന്നു. ഇതിനെല്ലാം സപ്പോർട്ട് ഇവിടുന്ന. കാരണം ഞാനിങ്ങനെ വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഭാര്യ പറയുകയാണ് പറ്റില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ശുശ്രൂഷയുടെ ഞാൻ പറയും 50% ഇവിടുന്നാണ് വരുന്നത്. ഇതില്ലാണ്ട് മുമ്പോട്ട് പോകുന്ന കാര്യം ചിന്തിക്കാൻ പറ്റില്ല. ഒരു ശുശ്രൂഷകൻ്റെ ശുശ്രൂഷ മുടക്കം വരാതെ നടക്കണമെങ്കിൽ ആ പങ്കാളിയുടെ പരിപൂർണമായ സഹകരണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഉണ്ടായില്ലെങ്കിൽ ഒരു ശുശ്രൂഷകനും മുൻപോട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ പറയുക. ഈ പങ്കാളിയും മക്കളും എല്ലാവരും ചാച്ചൻ വീട്ടിൽ ഇരിക്കരുത്, ഇന്ന് പൊക്കോണം എന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു വിടുമായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും വില കൊടുക്കുന്നത് എനിക്ക് ചേർന്ന ഒരു പങ്കാളിയെ, ഈ ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ സഹായിക്കാൻ അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു പങ്കാളിയെ എനിക്ക് ജീവിതസഖിയായിട്ട് നൽകി. അതിന് ചേർന്ന മക്കളെ ദൈവം നൽകി. ഇതെല്ലാം വലിയ ദൈവപരിപാലനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായിട്ട് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തെ നന്ദിയോടെ, ആ കൃതജ്ഞതയോടെ മാത്രമേ എനിക്ക് സ്മരിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ പോകുന്നു, എവിടെ വിളിച്ചാലും പോകും. പക്ഷേ ഇപ്പോൾ ഒരു വലിയ മാറ്റം ദൈവം അനുവദിച്ച് തന്നെ പ്രോലൈഫ് ഉണ്ട്. അതോടൊപ്പം തന്നെ ലൈംഗിക ധാർമ്മികത അല്ലെങ്കിൽ ദമ്പതികളുടെ ദാമ്പത്യ വിശ്വസ്തത, ദാമ്പത്യ ധർമ്മത്തിലെ ആ പരിശുദ്ധി, അങ്ങനെ ഒരു വിഷയത്തിലേക്ക് കൂടെ ഞാൻ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വ്യാപകമായിരിക്കുന്ന അശ്ലീല സാഹിത്യം വലിയൊരു പ്രശ്നമാണ്. അതിനെതിരായിട്ട് ചെറിയ കുട്ടികളടക്കം മാതാപിതാക്കന്മാരെയും കുട്ടികളെയും യുവാക്കളെയൊക്കെ ബോധവൽക്കരിക്കുക എന്ന ഒരു വിഷയത്തിലേക്കും കൂടെ ഞാനിപ്പോൾ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ ധാരാളമായിട്ട് ഇടവകകളിൽ എടുക്കുന്നുണ്ട്. പ്രീകാന കോഴ്സ് തുടങ്ങിയത് താമരശ്ശേരി രൂപതയിലായിരുന്നു. പക്ഷേ ഇന്നത് 8 രൂപതകൾ, കേരളത്തിനകത്തും പുറത്തുമായിട്ട് 8 വ്യത്യസ്ത രൂപതകളിലായിട്ട് ആ വിഷയങ്ങൾ ഇപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രീകാന കോഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ, ട്രെയിനർ ഓഫ് പഠിപ്പിക്കുന്ന ആൾക്കാർക്കുള്ള ട്രെയിനിങ് കൊടുക്കാനും ദൈവം അത്ഭുതകരമായിട്ട് വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബോംബെ കല്യാൺ രൂപതയ്ക്ക് വേണ്ടി അങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് പോയി. അതുപോലെ തന്നെ പ്രോലൈഫിൻ്റെ ട്രെയിനിങ്, നമ്മൾ പ്രോലൈഫേഴ്സായിട്ട് മാറ്റുന്ന ട്രെയിനേഴ്സിനെ അവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഇതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. പ്രധാനമായിട്ട് പ്രോലൈഫ് തന്നെയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ കുട്ടികൾ പൈശാചികമായ മേഖലയിലേക്ക് കുട്ടികൾ വഴിതെറ്റി പോകുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ദൈവം എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രോ ലൈഫിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് വിശദീകരിക്കാമോ സർ? പ്രോലൈഫ് എന്ന് പറയുമ്പോഴേ ഞാൻ ആദ്യം ഗർഭഛിദ്രത്തിനെതിരായിട്ടുള്ള ഒരു മനോഭാവം മാത്രമായിരുന്നു ആദ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ സാവധാനം അത് മാറി വന്നു. കാരണം അതല്ല, അത് പ്രോലൈഫിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ ജീവനോടുള്ള ബഹുമാനം, കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ധാരാളമായിട്ടുണ്ടാവണം, കുഞ്ഞുങ്ങളുടെ വളർച്ച, കുഞ്ഞുങ്ങളെ ദൈവോന്മുഖരായിട്ട് വളർത്തണം, അവർക്കും ഒരു പ്രോലൈഫ് കാഴ്ചപ്പാട് നമ്മൾ നൽകണം. അതോടൊപ്പം തന്നെ പങ്കാളിക്കും തീർച്ചയായിട്ടും അതുണ്ടാവണം. എന്നാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വലിയ കുടുംബങ്ങൾ, നമ്മുടെ സഭയ്ക്ക് വലിയ കുടുംബങ്ങളാണ് ആവശ്യം. ഈ വലിയ കുടുംബങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം അത് ദമ്പതികളുടെ കിടപ്പറയിൽ ആരംഭിക്കേണ്ട, അതിവിശുദ്ധമായ ദാമ്പത്യ ധർമ്മത്തിൽ ആരംഭിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിവാഹത്തിന് ഒരുങ്ങുന്ന യുവതീ യുവാക്കളെ അതിനായിട്ട് നമ്മൾ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ദൗത്യം ഇപ്പോൾ ഞാൻ അവിടെയാണ് കിടക്കുന്നത്. നമ്മുടെ ആൾക്കാരെ, നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ച, ദൈവോന്മുഖരായ ഒരു ജനതയെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് മാതാപിതാക്കന്മാരെ സഭ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആ പ്രോലൈഫ് കൺസെപ്റ്റ് അങ്ങനെയാണ്. നമ്മൾ വെറും ഗർഭഛിദ്രം അല്ലെങ്കിൽ ഗർഭനിരോധനം, വന്ധ്യംകരണം അത് തീർച്ചയായിട്ടും പറയണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ മനുഷ്യജീവൻ്റെ വില. അതിൻ്റെ ഉൽപ്പത്തി മുതൽ സ്വാഭാവിക വികാസ പരിണാമങ്ങളിലൂടെ കടന്നു വന്ന് അതിൻ്റെ സ്വാഭാവിക മരണം വരെയുള്ള സമയം വരെ. അപ്പോൾ അതിനകത്ത് ഗർഭഛിദ്രം മാത്രമല്ല, ദയാവധം, അതുപോലെ തന്നെ പ്രായമായവരെ ആദരിക്കുക, ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പം ഞങ്ങൾ ഈ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് പരിപൂർണമായ സപ്പോർട്ട് കിട്ടുന്നത് എൻ്റെ പങ്കാളിയിൽ നിന്നാണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് ഒത്തിരി മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവർ തരുന്നുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ മാത്രം ഒരു കഴിവല്ല, അതിനകത്ത് എൻ്റെ കഴിവൊന്നുമുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ഓരോ വാക്കുകളും ദൈവം എന്നെ പഠിപ്പിച്ച് തരിക. ഞാൻ ഓർക്കുന്നു, ഓരോ സ്ഥലത്തേക്ക് ക്ലാസ്സിന് പോകുമ്പോൾ ചിലപ്പോൾ വണ്ടി എടുത്ത് പോകും. ഒരു അത്ഭുതകരമായ ഒരു കാര്യം, ജോൺസൺ പോവത്തെങ്കിലും ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു അവസാനം ഇത് കൊണ്ടു നടന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിട്ട് ഏകദേശം ഒരു 1.5-2 ലക്ഷത്തോളം കിലോമീറ്റർ എൻ്റെ കാറിൽ തന്നെ, ഞാൻ 2 കാർ വാങ്ങിച്ച് 2 കാറിലും ഞങ്ങളത് മാക്സിമം ഓടിയത് പ്രോലൈഫിന് വേണ്ടിയിട്ടാണ്.
ഈ 2 ലക്ഷം കിലോമീറ്റർ ഞങ്ങൾ കേരളത്തിൽ എവിടെയൊക്കെ പോയി, കേരളത്തിൽ പുറത്ത് പോയിക്കായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ക്ലാസ് എടുത്തു. ഇതൊക്കെ അപ്പം അതൊന്നും ഒരു വലിയ കഴിവായിട്ടോ ക്രെഡിറ്റായിട്ടോ ഞാൻ എടുക്കുന്നില്ല. കാരണം അതൊക്കെ ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോയതാണ്. ഇന്നും ആ ശുശ്രൂഷയ്ക്ക് യാതൊരു മുടക്കവും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഞാനൊരു പുസ്തകം എഴുതി, സ്വാഭാവിക കുടുംബ സംവിധാനത്തെപ്പറ്റി, ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യൻ്റേത്. അതുപോലെ തന്നെ തുറക്കാത്ത കണ്ണുകൾക്ക് വേണ്ടി ഒരു തുറന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് ഒക്കെ. അപ്പോൾ ഇതിലൂടെ എല്ലാം ആ ശുശ്രൂഷയുടെ മേഖലയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനം തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള കൃപ ദൈവം നൽകി. അപ്പോൾ ഇന്നും എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ സന്തോഷം തോന്നുന്ന കാര്യം, ഈ ശുശ്രൂഷയിൽ ഇന്നുവരെ കാലിടറി വീഴാനായിട്ട് ഇടവരുത്തിയിട്ടില്ല ദൈവം. 1-2 പ്രാവശ്യം ചെറിയ അപകടങ്ങളുണ്ടായി. ആ അപകടങ്ങൾ കാറ് ഓടിച്ചു പോയപ്പോൾ അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് ഒരു പോറൽ പോലും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാവാതെ ദൈവം പരിപാലിച്ചു. അതുപോലെ തന്നെ കുടുംബത്തെ ഇട്ടിട്ട് ഞാൻ എത്രയോ ഞായറാഴ്ചകൾ, എനിക്ക് ഓർമ്മ വെച്ചാൽ എൻ്റെ 1998 മുതൽ ഈ 2015 വരെയുള്ള കാലഘട്ടം നോക്കിയാൽ വളരെ കുറച്ച് ഞായറാഴ്ചകളെ ഞാൻ വീട്ടിലിരുന്നിട്ടുള്ളൂ. അങ്ങനെ മുഴുവൻ സമയ ശുശ്രൂഷകളിലായിരിക്കുമ്പോൾ വീട് വിട്ടു നിൽക്കുന്ന ഒരു വിഷമം ഫീൽ ചെയ്യാറുണ്ട്. മറ്റുള്ള സമയം ഞാൻ മക്കൾക്ക് കൊടുക്കും. കാരണം അവർക്ക് എൻ്റെ സാമീപ്യം മക്കൾക്കും ഭാര്യയ്ക്കും ഉണ്ട്. അത് ഈ ഞായറാഴ്ചയൊക്കെ ഇപ്പോൾ അവരോടുകൂടി ഇരിക്കേണ്ട സമയമാണ്. കർത്താവിൻ്റെ ദിവസമാണ്, പരിശുദ്ധമായിട്ട് ആചരിക്കേണ്ടതാണ്. ആചരിക്കുന്നത് ഒട്ടും പരിശുദ്ധി കുറഞ്ഞിട്ടില്ലെങ്കിലും ഇവർക്ക് അവകാശപ്പെട്ട സമയം ഞാൻ കവർന്നെടുക്കുകയല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ സ്വാഭാവികമായിട്ട് വരാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആ സമയം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിന് കൊടുക്കുകയാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട്. ബാക്കി ദിവസങ്ങൾ മുഴുവൻ ഞാൻ ഇവരുടെ കൂടെ ഇല്ലേ. 6 ദിവസങ്ങളുണ്ട്, ജോലിക്ക് പോകും, വന്നിരുന്നാൽ. അതുകൊണ്ടാണ് ഞങ്ങൾക്കിവിടെ മറ്റ് വിനോദങ്ങളൊന്നുമില്ല, ടെലിവിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബാക്കി സമയം മുഴുവനും വീട്ടിൽ ഞങ്ങൾ, ഇപ്പം ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഞങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മണിക്കൂറോളം ഞങ്ങൾ പങ്കുവെപ്പാണ്, ഞങ്ങളുടെ ഷെയറിങ്. അന്നത്തെ ദിവസത്തെ മക്കൾക്ക് പറയാനുള്ള പല കാര്യങ്ങൾ, ഭാര്യയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ, ആ ഒരു ഷെയറിങ് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന, പിന്നെ ഭക്ഷണം, പിന്നെ അപ്പുറത്തെ ഞങ്ങളെ സംബന്ധിച്ച് വേറെ സമയം ഞങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. രാവിലെ എല്ലാവരും തിരക്കിലാണ്, പക്ഷേ കിട്ടുന്ന സമയം, അതുകൊണ്ടാണ് ബാക്കി ഒരു ക്ലാസ് ഇല്ലാതെ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്, അത് ഞായറാഴ്ച അല്ലെങ്കിൽ പുറത്ത് പോയി അവർക്ക് നഷ്ടപ്പെടുന്ന ആ സമയം നമ്മൾ പരിഹരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇന്ന് വരെ ഇവർക്കാർക്കും അങ്ങനെ ഒരു വലിയ പരാതിയൊന്നും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. ഇതുവരെ വിഷമം പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല, അങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നതിൻ്റെ എത്ര 10 മടങ്ങ് പ്രതിഫലമാണ് ദൈവം ഞങ്ങൾക്ക് മക്കളുടെ വിശുദ്ധിയിലൂടെയും കുടുംബത്തിലൂടെയും ദൈവം നൽകിയെന്നുള്ളത് നമുക്കത് വിവരിക്കാനാവാത്ത വിധം അത്ര അവർണ്ണനീയമാണ്. ഇത്രയൊക്കെ പറയുമ്പോഴും പ്രോലൈഫ് എന്നുള്ള ആ ശുശ്രൂഷയിൽ എൻ്റെ പൂർണ്ണമായ പ്രചോദനം എനിക്ക് തരുന്ന ഒരു ശക്തിയുണ്ട്. അത് പങ്കാളി തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നാളെ അച്ചായം പോകണ്ട എന്ന് വെച്ചാൽ പോവില്ല, നടക്കില്ല. പക്ഷേ ഇന്ന് വരെ എന്നോട് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മടുത്തു, ഇന്ന് എനിക്ക് വയ്യ. കാരണം ചില സ്ഥലത്തൊക്കെ 2, 3, 4 ദിവസം അടുപ്പിച്ച് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകും, നാളെ ഇനിയും പോകണമല്ലോ എന്ന് വയ്യ എന്ന് പറയുമ്പോഴും ഇരിക്കരുത്, പോകണം, അച്ചായന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ്, കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് എന്നെ ഉന്തിത്തള്ളി വിടുന്ന ഒരു ശക്തിയുണ്ട്. അത് ഇവിടുന്നാണ്. അതും മക്കളും ചാച്ചൻ പോകണം. പലപ്പോഴും മക്കൾക്ക് അസുഖമായിട്ട് കിടക്കുമായിരിക്കും, എങ്ങനെയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അസുഖം വന്നാൽ എന്ത് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം. ചില കൊച്ചുങ്ങൾക്ക് ശ്വാസം മുട്ടലുണ്ട്, വലിവുണ്ട്, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഏത് മരുന്ന് കൊടുക്കണം, ഇതെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോണേ. എന്നിരുന്നാലും പോലും ചിലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ശരി, പങ്കാളിയുടെ 100% ആത്മാർത്ഥമായ ആ പിൻബലം അത് എനിക്ക് വലിയ ശക്തിയും കൈത്താങ്ങും തണലുമായിരുന്നു. കാരണം ദൈവപരിപാലനയോടൊപ്പം തന്നെ ഈ ഒരു വലിയ ശക്തി കിട്ടിയത് കൊണ്ടാണ്. കാരണം ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 1994 ജനുവരി 26, അപ്പോൾ 21 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. ഈ 21 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഇന്നുവരെ ശുശ്രൂഷാ മേഖലയിൽ ഒരു വിധത്തിലും പോകരുത് എന്നൊരു വാക്ക് ഇവിടുന്ന് ഉണ്ടായിട്ടില്ല. പോയേ പറ്റൂ. മാത്രമല്ല, ഞാൻ ചെറിയൊരു മടി കാണിച്ചിരുന്നാൽ എന്നെ ഉന്തിത്തള്ളി വിടാൻ ഒട്ടും മടി കാണിക്കാത്ത ആളാണ് എൻ്റെ പങ്കാളി. അപ്പം അത് ഒരിക്കലും എനിക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിവാഹത്തിൽ ഒരുപക്ഷെ എനിക്ക് അതിനെപ്പറ്റി കൂടെ പറയാൻ തോന്നുകയാണ്. ഞാൻ എൻ്റെ സ്വന്തമായ ഒരു തീരുമാനം എടുത്ത് വിവാഹം നടത്തി. ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചില കാര്യങ്ങളിൽ വ്യക്തിപരമായി എനിക്കൊരു പോളിസി ഉണ്ടായിരുന്നു. ഞാൻ ഒരു പൈസ പോലും സ്ത്രീധനം വാങ്ങില്ലാൻ തീരുമാനിച്ചിരുന്നു. അത് ആരെയും അറിയിക്കാൻ വേണ്ടി പറയുകയല്ല, മറിച്ച് ആ തീരുമാനം എടുത്തതുകൊണ്ട് കുറച്ച് എതിർപ്പുകൾ സ്വാഭാവികമായിട്ടുണ്ടായി. പക്ഷേ അത് ദൈവപരിപാലനയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുക. ഇന്ന് ഈ ഒരു ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഈ ശുശ്രൂഷയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമായിരുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഞാൻ പലപ്പോഴും പല പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അടുത്ത ദിവസത്തെ പ്രോഗ്രാമിന് പോകാൻ വയ്യ, അല്ലെങ്കിൽ ക്ഷീണമാണ്, എന്താ ചെയ്യുക. കാരണം ചിലപ്പോൾ 400-500 കിലോമീറ്ററൊക്കെ കാർ ഓടിച്ച് വന്നതിന് ശേഷമായിരിക്കും തിരിച്ചുവിടെ വന്ന് നാളെ വീണ്ടും പോകണമല്ലോ എന്ന് പറയുമ്പോൾ പോകണോ അല്ലെ വിളിച്ച് പറഞ്ഞാലോ എന്ന് പറ്റില്ല. ആ സമയത്ത് പോലും എന്നെ ശക്തമായിട്ട് പ്രചോദിപ്പിച്ചുകൊണ്ട് പിറകിൽ നിന്നുകൊണ്ട് മുമ്പോട്ട് തള്ളി എന്നോട് പോകണമെന്ന് പറഞ്ഞത് ഭാര്യ തന്നെയാണ്. എൻ്റെ പിതാവേ,
നിന്റെ നിണമണിഞ്ഞ കാൽപ്പാടുകളെ പിന്തുടരുന്നു ഞാൻ. ഇടറി വീഴുന്ന എന്നെ നിന്റെ കരങ്ങൾ കൊണ്ട് താങ്ങി നിർത്തുന്നതും ഞാൻ അറിയുന്നു. നാഥ, നിന്റെ ചുടുരക്തം കൊണ്ട് ലോകത്തിൻ്റെ പാപം നീ കഴുകി. നിന്റെ നിർമ്മലമായ തൃക്കരങ്ങളിൽ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. എൻ്റെ പിതാവേ, എൻ്റെ വീഴ്ചകളിൽ, എൻ്റെ ഇടർച്ചകളിൽ നീ എനിക്ക് തുണയാണെന്ന് ഞാൻ അറിയുന്നു. നാഥ, ഈ ജീവിതം നിന്നോട് ചേർന്ന് ആത്മീയതയുടെ നിറവേകാൻ നീ എന്നെ കൂടെ കൂട്ടേണമേ. ഇനി ജീവിക്കുവാൻ, നിനക്കായി ഇനി മാറിടുവാൻ തുണയേകണേ നാഥ, കൃപയാകണേ നാഥ. നിൻ